നമസ്കാരം ഗൈസ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഉണ്ടല്ലോ, സതീശൻ നയിക്കുന്ന UDFന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഓഫീസ് ഉണ്ടല്ലോ, AICC, അവിടെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായിട്ടും ആലപിച്ചിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ അവിടുത്തെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനുമായിട്ട് പാടിയിരിക്കുകയാണ്. DK ശിവകുമാർ എന്ന മുഖ്യമന്ത്രിയും പാടുന്നതായിട്ട് അയാളുടെ ലിപ് മൂവ്മെന്റ്സിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം എന്തേ വന്ദേ മാതരത്തോട് ഇത്ര അയിത്തം? ആരെ സുഖിപ്പിക്കാനാണ് നിങ്ങൾ ഈ വന്ദേ മാതരം ഇവിടെ നിർത്തലാക്കിയത്? ഇവിടുത്തെ മൗലികവാദികളെ സുഖിപ്പിക്കാനാണോ? മുസ്ലിം ലീഗിനെ സുഖിപ്പിക്കാനാണോ? രാജ്യവിരുദ്ധരെയും രാജ്യദ്രോഹികളെയും സുഖിപ്പിക്കാനാണോ? എങ്കിൽ നിങ്ങൾ കനത്ത വില തന്നെ ഭാവിയിൽ കൊടുക്കേണ്ടി വരും. ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ് അവസാനം കേരളത്തിൽ വന്ന് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഈ കേരളത്തിൽ നിന്നും ഇവിടെ നിന്നും കെട്ടിക്കെട്ടിച്ച് അറബിക്കടലിലേക്ക് വിടാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാവുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലും BJP കൗൺസിലർമാർ, അതായത് സ്വാതന്ത്ര്യദിന പരിപാടികൾ, ഏത് പരിപാടി സർക്കാരിന്റെ പരിപാടികളായാലും ആദ്യം വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങുന്നത്. പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ജനഗണമന, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നത്. ഈ രണ്ട് ഗാനത്തെയും നമ്മൾ അത്യാദരവോടുകൂടി ബഹുമാനിക്കേണ്ട ഒരു ഗാനമാണ് ഈ വന്ദേ മാതരവും ദേശീയ ഗാനവും. അപ്പോൾ വന്ദേ മാതരം അവിടെ ആദ്യം പാടി തുടങ്ങിയ BJP കൗൺസിലർമാരെ തടസ്സപ്പെടുത്തുവാനായിട്ട് ഉടൻ തന്നെ ജനഗണമന, നമ്മുടെ ദേശീയ ഗാനവും പാടുകയാണ് ഭരണപക്ഷത്തുള്ള മേയറും ഡെപ്യൂട്ടി മേയറും അവരുടെ കൂടെയുള്ള കൗൺസിലർമാരും. ഇന്ത്യ സഖ്യം, അതായത് കോൺഗ്രസും CPM-ഉം ഈ രാജ്യവിരുദ്ധരും അടങ്ങുന്ന ഇന്ത്യ സഖ്യം ഈ രാജ്യത്തിനൊപ്പമല്ല, ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കൊപ്പമല്ല, ഈ രാജ്യം പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾക്കൊപ്പമല്ല, ദേശീയതയ്ക്കൊപ്പമല്ല എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഈ വന്ദേ മാതര വിവാദത്തിലൂടെ. ഇതെന്തിന് വിവാദമാക്കണം? ഒരു ഗാനം ആലപിക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്താ കുഴപ്പം? ഇത് BJP-യും RSS-ഉം ഈ രാജ്യത്ത് ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ ഒരു ഗാനമാണ്. അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗാനമാണ്. അത് ഞങ്ങൾ പാടില്ല എന്ന് പറയുന്നത് ആരെ സുഖിപ്പിക്കാനാണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അതിന്റെ വില ഭാവിയിൽ കോൺഗ്രസ് കൊടുക്കേണ്ടി വരും. ഈ സംസ്ഥാനത്തും കേരളത്തിലും കോൺഗ്രസ് മുക്ത കേരളമാകും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്.